ബിജെപിയും സിപിഎമ്മും തമ്മിൽ അന്തർധാര ആരോപിക്കുന്നത് പ്രത്യേക സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള കോൺഗ്രസ് തന്ത്രമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപി പ്രവർത്തകരെ കൊല ചെയ്ത സിപിഎമ്മുമായി ഒരിക്കലും ഒന്നിക്കില്ല. നേമത്ത് ശിവൻകുട്ടിയെ വോട്ട് നൽകി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന വോട്ടും വാക്കുമെന്ന സംവാദ പരിപാടിയിലാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നിർണായകമായാണ് ബിജെപി നോക്കിക്കാണുന്നത്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾ ചോദ്യമുന്നയിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നു. ഇതൊക്കെയാണ് മാറേണ്ടതെന്നും കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് ഭരണമാറ്റത്തിൻ്റെത് മാത്രമല്ല, രാഷ്ട്രീയ സംസ്കാരത്തിന്റെ മാറ്റം കൂടിയാണെന്നും സൂചിപ്പിച്ചു. ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിന്റെ ഒരു ഇലക്ഷനാണ്. ഇവിടെ രാഷ്ട്രീയ സംസ്കാരം മാറ്റും, ഭരണം മാറും. അത് മാത്രമല്ല, ഈ വിവാദ രാഷ്ട്രീയം നമ്മൾ കണ്ട് മടുത്ത് ജനങ്ങൾ മതിയായി എന്ന് പറയുന്ന വിവാദ രാഷ്ട്രീയം മാറി ഒരു വികസന രാഷ്ട്രീയം ഇവിടെ ജനങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. അതേസമയം ബിജെപിയും സിപിഎമ്മും തമ്മിൽ അന്തർധാരയാണെന്ന് ആരോപിക്കുന്നത് പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള കോൺഗ്രസിന്റെ കുടിലതന്ത്രമാണെന്നും അതിനി വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാണ് കോൺഗ്രസ്സുകാരോടും, ഇത് ഇവിടെ നടക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ തെലങ്കാനയിലെ ജനങ്ങളല്ല. ഇവിടെ എല്ലാം അറിയും, എല്ലാം പഠിച്ച് ആലോചിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്, ഈ നുണ എന്തുകൊണ്ട് പറയുന്നു, ആരാണ് എ ടീം ആരാണ് ബി ടീം എന്ന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പലയിടത്തും സിപിഎമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. അത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ച രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിപിഎം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കള്ളന്മാരെ ഒരിക്കലും വെറുതെ വിടില്ലെന്നും വ്യക്തമാക്കി. ജനം, കൊല്ലം.